ഇന്നലെ ഉണ്ടായ ഒരു വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഖ്യാപനം. അതായത് വേണ്ടി വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലേക്കൊക്കെ സഭ നീങ്ങും എന്നത് ആദ്യമായി ന്യൂസ് 18നോടാണ് ഇന്നലെ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ സംസാരിക്കുന്നത്. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ചൂടുപിടിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ പരീക്ഷണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായേക്കുമെന്ന സൂചനകൾ വരുന്നു. സ്വാധീന മേഖലയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ആലോചന. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, ഇന്നലെ മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ അങ്ങനെ ഒരു വാചകം പറയുമ്പോൾ ആദ്യം ആലോചിച്ചത് അങ്ങനെ സഭയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള സമയത്ത് സഭയ്ക്ക് എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നൊരു ചിന്തയൊക്കെ വന്നിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാധീനം ശക്തമായി പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ സഭയ്ക്ക് കഴിയും, ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കാൻ കഴിയും. അപ്പോൾ വളരെ സീരിയസ് ആണ് സഭ ഇക്കാര്യത്തിൽ. ഏറെ കൗതുകമുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇന്നലെ രാവിലെ നമ്മളെ കാണുമ്പോൾ ആദ്യം ബിഷപ്പ് ഇക്കാര്യം പറയുന്നു. പിന്നീട് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനം ഇന്നലെ കോഴിക്കോട് നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിനിധി സമ്മേളനത്തിലും രാഷ്ട്രീയ പാർട്ടിയായി മാറേണ്ട ആവശ്യകതയെക്കുറിച്ച് ബിഷപ്പ് പ്രതിനിധികളോട് പറഞ്ഞു. അതിനുശേഷം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം തയ്യാറെടുപ്പുകൾ ആരംഭിക്കണമെന്ന നിർദ്ദേശവും നൽകി. ഇതിനുശേഷം പിന്നീട് മലബാറിലെ തന്നെ മറ്റൊരു പ്രമുഖനായ ബിഷപ്പായ തലശ്ശേരി ആർച്ച് ബിഷപ്പും ഇക്കാര്യത്തെക്കുറിച്ച് തന്നെ പറയുന്നു. വേണ്ടി വന്നാൽ അങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കോൺഗ്രസുമായും CPM-മായും ഒക്കെ അങ്ങേയറ്റം അകന്നു കഴിയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ സഭകൾക്കുള്ളത്. ഒപ്പം ഈ നേരത്തെ തന്നെ ഈ കത്തോലിക്ക കോൺഗ്രസ് പാർട്ടി എന്ന രീതിയിലേക്ക് അറിയപ്പെട്ടിരുന്ന കേരള കോൺഗ്രസുകളോടും ഒരു അകൽച്ചയാണ്. KM മാണിയുടെ മരണത്തിന് ശേഷം വലിയ ഒരു അകൽച്ച ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കത്തോലിക്ക സഭയും തമ്മിൽ നിലനിൽക്കുന്നു. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞുകൂടി കോൺഗ്രസിൽ നിന്നും വലിയ പരിഗണനകൾ ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം ആ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്വതന്ത്ര നിലപാടിലേക്ക് പോകണമെന്ന വികാരം വളരെ ശക്തമായി തന്നെ പാർട്ടിക്കുള്ളിൽ വരുന്നു. ഒപ്പം BJP അനുകൂലമായ നിലപാടുകൾ കഴിഞ്ഞ് കുറച്ച് നാളുകളായി കേരളത്തിലെ സഭകൾ സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടും പരസ്യമായി തന്നെ BJP നിലപാടിനെ പിന്തുണച്ചു. ഒപ്പം ഈ ബില്ല് പാസ്സാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേരളത്തിലെ MP-മാരോട് നിർദ്ദേശം നൽകുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങി. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഈ പ്രതിപക്ഷ MP-മാർ ഈ സർക്കാരിനെ പിന്തുണച്ചില്ലെന്ന് മാത്രമല്ല ഈ വഖഫ് ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ആക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ സഭയും കേരളത്തിലെ പ്രമുഖ മുന്നണികളുമായൊരു അകൽച്ച നിലവിലുണ്ട്. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് സഭ നീങ്ങുന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വികാസം പ്രാപിക്കുമോ അതോ സ്വതന്ത്രരായി തന്നെ ഓരോ ഇടങ്ങളിലും സഭയ്ക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മത്സരിക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ വന്നാൽ തീർച്ചയായും LDF UDF മുന്നണികൾക്ക് ലഭിക്കുന്ന വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റം വരും. സഭാ സ്ഥാനാർത്ഥികൾ വിജയിച്ചില്ലെങ്കിൽ പോലും അവർ വലിയ തോതിൽ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെയെങ്കിൽ ഈ താമരശ്ശേരി പോലുള്ള ഇടങ്ങൾ, പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി പോലുള്ള പല ഇടങ്ങളുണ്ട് ഈ BJPക്ക് അടക്കം നിർണായക വോട്ടുകളുള്ളത്. അങ്ങനെയുള്ള ഇടങ്ങളിൽ 4 സ്ഥാനാർത്ഥികളിലേക്ക് മത്സരം മാറിയാൽ ഒരുപക്ഷെ സ്ഥിരമായ വോട്ട് വിഹിതത്തിൽ BJP വർധനവ് വരുത്തുന്ന ഇടങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ സഭാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നൊരു കണക്കൂട്ടലുണ്ട്. അതുകൊണ്ട് വളരെ കൗതുകമായ രാഷ്ട്രീയ പരീക്ഷണത്തിലേക്കാണ് ഇപ്പോൾ കേരളം വീണ്ടും നീങ്ങുന്നത്. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ച ആ വാക്ക് തന്നെ, കൗതുകം നിറഞ്ഞ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കാണ് ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ വേദിയാവുക എന്ന് ഉറപ്പിച്ചു പറയാം. കത്തോലിക്ക സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാതെ തന്നെ അവർക്ക് ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ